ചെമ്പനിപ്പ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്യപിച്ച് വന്നതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിയുടെ അടുത്തും സുധീരുടെ അടുത്തും ചന്ദ്രന്റെ അടുത്തും പുറത്ത് കിടന്നാൽ മതി എന്നുള്ള കാര്യം. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ അച്ഛന്റെ വക കുറെ ഉപദേശങ്ങളുണ്ട്. എന്നാൽ സച്ചിയാണ് രണ്ടുപേരെയും കുടിപ്പിച്ചത് എന്നുള്ള രീതിയിലൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത്. ശ്രീകാന്തും അതുപോലെ സുധിയും കൂടി 3 പെഗ് അടിച്ചതിന് ശേഷമാണ് സച്ചി അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സച്ചിയുടെ കുടിശീലം അതാണ് ചന്ദ്രയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛന്റെ ഉപദേശമൊക്കെ രാവിലെ കിട്ടിയതുകൊണ്ട് തന്നെ വയറ് നിറച്ചിട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇതുകൊണ്ടാ പറയുന്നത് നമ്മൾ എപ്പോഴും നല്ല രീതിയിൽ ജീവിക്കണോ എന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ മറ്റുള്ളവര് നമ്മുടെ തലയിൽ കയറിയിട്ട് നിരങ്ങും. എന്തായാലും ഞാൻ പോയിട്ട് കോലമൊക്കെ വരച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കര ദേഷ്യത്തിൽ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തതായിട്ട് ശ്രുതിയുടെ വക സുധിക്കാണ്. ഇപ്പൊ സുധി എങ്ങനെയുണ്ട്? സച്ചിയുടെ കൂടെ നിന്നെ കമ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയായില്ലേ? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ശ്രുതിക്ക് എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. ശ്രുതി, നീയും വെറുതെ എന്നെ അഡ്വൈസ് ചെയ്യാതെ ശ്രുതി. ഡീലർഷിപ്പ് പോരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ കുടിച്ചത്. ഇന്നലെ പാർട്ടിയിലാണെങ്കിൽ ഓരോരുത്തരും എന്നെ കുറിച്ച് പുകഴ്ത്തി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടോ ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയത് വീടിന്റെ പടീന്റെ മേലെയാണ്. അവിടെ കിടന്നതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട്. ചുമ്മാ കള്ളം പറയൊന്നും വേണ്ട. ഇന്നലെ നീ അവിടെ കിടന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അത് ശ്രുതി ക്ഷീണം കൊണ്ടാണ്. ക്ഷീണം കൊണ്ടൊന്നും അല്ല ശ്രുതി, നിനക്ക് കുടിച്ചതിന്റെ മയക്കമായിരുന്നു. ബിസിനസ് മീറ്റിംഗിന്റെ പേരും പറഞ്ഞിട്ട് ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്. പോയിട്ട് ഫ്രഷപ്പ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സുധി അങ്ങ് തള്ളിവിടുവാണേ. സുധിയാണെങ്കിൽ ഫ്രഷപ്പ് ആവാൻ വേണ്ടിട്ട് പോകുന്നത് കോട്ടും കൂടി ഊരാതെയാണ്. കോട്ട് ഊരാതെ നീ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതി ആ കോട്ട് ഇങ്ങനെ ഊരിയെടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ശ്രുതി കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂമിലേക്ക് അങ്ങ് കയറി പോവാണ്. ശ്രുതി ഉടനെ തന്നെ നോക്കുന്നത് ആ പോക്കറ്റിനകത്ത് ഫോൺ ഉണ്ടോ എന്നുള്ള കാര്യമാണ്. ഫോൺ കാണുന്നതും ശ്രുതി എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് നടന്നല്ലോ. അതിന്റെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ അവളുടെ മുഖത്ത്. രേവതിയാണെങ്കിൽ സച്ചിക്ക് കൊണ്ടുപോയിട്ട് ചായ കൊടുക്കുന്നുണ്ട്. സച്ചിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കുന്നുണ്ട്. ചായ കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിന് ഇന്നലെ രാത്രി നിങ്ങൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ രേവതി, അങ്ങനെ ഞാൻ സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരിക്കലും പിറ്റേ ദിവസം ഇങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. ഇന്നലെ പുറത്ത് കിടന്നുകൊണ്ട് തന്നെ ശരിക്കും ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ തലവേദന. അത് കറക്റ്റായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് അച്ഛൻ നിങ്ങളെ പുറത്ത് കിടത്തിയത്. ഇനി എന്തായാലും വെള്ളം അടിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് തന്നെ കിടക്കേണ്ടി വരും. നീ വേണമെങ്കിൽ അതും ചെയ്യുന്നുള്ള കാര്യം സച്ചി രേവതി പറഞ്ഞത് കേൾക്കുമ്പോൾ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്തും അതുപോലെ വർഷയും കൂടി എഴുന്നേറ്റ് വരുന്നുണ്ട്. രേവതി ചേച്ചി ചായ എന്ന് പറയുമ്പോഴേക്കും എന്താ രേവതി അവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് രേവതി വർഷയുടെ അടുത്ത് പറയുകയാണ്. എന്താണെന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് തലവേദന എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. അത് ആദ്യമായിട്ടല്ല നീ ഹോട്ടടിച്ചത്, അതുകൊണ്ടാണ്. പോകെ പോകെ അതങ്ങ് ശരിയായിക്കോളൂ. എന്താ പറഞ്ഞത്? പോകെ പോകെയോ? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, സച്ചേട്ടനല്ലേ പറഞ്ഞത്. നീ എന്തിനാ എന്നെ കണ്ടുപിടിട്ട് പേടിപ്പിക്കുന്നതെന്ന് വർഷയുടെ അടുത്ത് ശ്രീകാന്ത് ചോദിക്കുവാണ്. ഇതേ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടൈം ആണ്. ഇനി നീ കുടിച്ചാലുണ്ടല്ലോ, നീ എന്താ എന്നെ പുറത്ത് കിടത്തും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പുറത്തല്ല, നിന്നെ ഞാൻ റോട്ടിൽ കിടത്തും. കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തിന്റെ കയ്യിലേക്ക് ചായ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കുറച്ചുപേര് ചേർന്നിട്ട് സാർ സാർ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. വന്നവർ ആരാണെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയാണ് കേട്ടോ പോയി നോക്കുന്നത്. അവര് ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതി ഹോം അപ്ലയൻസിന്റെ ഓണർ സുധീന്ദ്രന്റെ വീടാണോ ഇത് എന്ന്. അതെ, അവര് എന്റെ ഹസ്ബൻഡ് ആണെന്ന് ശ്രുതി പറയാണ്. ഞങ്ങൾക്ക് അവരൊന്ന് കാണണമായിരുന്നു. ഓക്കെ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് അവർ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയും അതുപോലെ തന്നെ രവിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ആരാ വന്നതെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോൾ സുധിയെ കാണാൻ വേണ്ടിയിട്ട് വന്നവരാണ് ആന്റി ഇതെന്ന് പറയുന്നുണ്ട്. ഓക്കെ നിങ്ങൾ ഉള്ളിലേക്ക് കയറി വരും എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവരെ ക്ഷണിക്കുവാണേ. ഞാൻ പോയിട്ട് സുധിയെ കൂട്ടിക്കൊണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവരവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ, ആരാണ് ഇവരൊക്കെ സുധിയെ കാണാൻ വേണ്ടിയിട്ട് മാലയോട് കൂടി വന്നത്? അതിനിടയ്ക്ക് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സുധിയുടെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് രവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവര് രവിയുടെ അടുത്ത് നമസ്കാരം പറയുന്നുണ്ട്. ഇത് നോക്കൂ, സുധിയാണ് എന്റെ അച്ഛന്റെ മകൻ. രണ്ടും ഒന്നല്ലേ സച്ചേട്ടാ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അല്ലടാ, രവിയുടെ മകനാണ് സുധി എന്ന് പറയുന്നതിലാണ് നമുക്ക് പെരുമയുള്ളത്. അല്ലാതെ സുധിയുടെ അച്ഛൻ രവിയാണെന്നുള്ള കാര്യം പറയുന്നതിലല്ല. സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക. അറിയാത്ത ആളുകളല്ലേ വന്നിരിക്കുന്നത്. അമ്മയാണെങ്കിൽ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു പറയണേ. ഉടനെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ രേവതി വന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് ഓടിക്കുവാണ്. അവരടുത്ത് എല്ലാവരടുത്തും ഉള്ളിലേക്ക് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് രവി വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, സുധി സാർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുവാണ്. ഉടനെ തന്നെ സുധിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ നിങ്ങളെല്ലാവരും ഇവിടെ എന്ന് സുധി ചോദിക്കുമ്പോഴേക്കും അവരെല്ലാവരും കൂടി ആശംസകളൊക്കെ അറിയിച്ചിട്ട് ആ മാല സുധിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുവാണ്. അച്ഛാ അമ്മ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. 3 മാലയൊക്കെ ഇട്ടിട്ടാണല്ലോ ആള് നിൽക്കുന്നത്. അതിനുശേഷം എന്തിനാണ് ഈ മാലയൊക്കെ നിങ്ങൾ എന്നെ അണിയിപ്പിച്ചതെന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ സാർ ചെയ്തിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യമാണ്. കട തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ മൊത്തം ഡീലർഷിപ്പും നിങ്ങൾ തന്നെ മേടിച്ചെടുത്തോളൂ.
ഈ ഫീൽഡിൽ തന്നെ 10-ലധികം വർഷം പ്രവൃത്തി പരിചയമുള്ള ആൾക്കാർ പോലും ഇത്രയും വലിയൊരു ഡീലർഷിപ്പ് ഇതുവരെ മേടിച്ചിട്ടില്ല. എന്നാൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഡീലർഷിപ്പ് കിട്ടിയല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു വലിയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ വക ചെറിയൊരു സ്നേഹോപകാരം അത്രമാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട്, ഇവരൊക്കെ സബ് ഡീലേഴ്സ് ആണ്. ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ ബിസിനസ് അല്ലേ സാർ? എന്നാൽ ഈ പ്രായത്തിൽ തന്നെ നിങ്ങളുടെ മകൻ വലിയൊരു ഡീലർഷിപ്പാണ് പിടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകനുണ്ടല്ലോ ശരിക്കും വലിയൊരു ആള് തന്നെയാണ്. ശ്രുതിയെ പൊക്കിയിട്ട് അവർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. ശ്രുതിയുടെ പഠിപ്പിനും അതുപോലെ കഴിവും കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ബിസിനസ് കിട്ടിയത്. അവരിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ, സച്ചേട്ടാ നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നേർമയ്ക്കും മാത്രമാണല്ലോ ഈ ബിസിനസ് നിങ്ങളുടെ ഏട്ടന് അവര് കൊടുത്തത്, അല്ലാതെ അവരെ പറ്റിക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബിസിനസ് ഇവർക്ക് കിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഏട്ടൻ പറയാത്തത്? അവനൊന്നും പറയില്ല, അല്ലെങ്കിലും അവൻ അത് പറയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല. അവൻ നന്നായിട്ടിരുന്ന അത് മതി എനിക്ക് എന്നുള്ള കാര്യം സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇതുപോലൊരു മകൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കുക എന്നുള്ള കാര്യം പറയാണ്. ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. 2-3 തവണ അച്ഛൻ ഇവൻ കാരണം എല്ലാവരുടെ മുമ്പിൽ ഭയങ്കര അഭിമാനം കൊണ്ടിട്ടുണ്ട്. അതും ആദ്യത്തെ തവണ ഓടിപ്പോയെന്നുള്ള കാര്യം പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും രവിയാണെങ്കിൽ സച്ചി എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കുകയാണേ. ഓ ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് സച്ചി വായടിച്ച് നിൽക്കുന്നുണ്ടേ. അധികം വൈകാതെ ഇവര് വലിയൊരു നിലയിൽ എത്തുന്ന ആ വന്നിരിക്കുന്ന ആള് പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിയും അതുപോലെ ബാക്കിയുള്ളവരെയൊക്കെ ഒരു പുച്ഛത്തോട് കൂടിയിട്ട് ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും അവൻ വലിയ നിലയിൽ എത്തുകയും അവന്റെ ജാതകത്തിൽ അവൻ വലിയൊരു ബിസിനസ്മാൻ ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചന്ദ്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവരോട് പറയുന്നുണ്ട്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യം ആ വന്നിരിക്കുന്ന ആൾക്കാർ ചന്ദ്രയുടെ അടുത്ത് തിരിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളുടെ ഏരിയയിലേക്ക് ഡീലർഷിപ്പ് തരണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഓരോരോ ഏരിയകൾ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആദ്യം നിൽക്കൂ, നിങ്ങളുടെ കടകൾ എത്രണ്ണുണ്ട് എന്നും ഏതൊക്കെ ഏരിയയിലാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മെയിൽ അയക്കൂ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ പരിഗണനയിൽ വെക്കാം. ഓക്കെ ശരി സാർ, ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതിയുടെ ഷോ ഓഫ് ആണ്. ശ്രുതിയെ അങ്ങ് ചേർത്ത് പിടിക്കുന്നു, എല്ലാവരും ഇങ്ങനെ നോക്കി ഇതാക്കുന്നു. ആ മാല ഇങ്ങനെ അണിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എങ്ങനെയുണ്ടെന്നുള്ള മട്ടിലൊക്കെ ശ്രുതി ഇങ്ങനെ ഓരോരോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശ്രീകാന്തിനും അതുപോലെ സച്ചിക്കും ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ശ്രുതിയുടെ കോപ്രായങ്ങൾ കണ്ടിട്ട്. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, ഇത് നോക്കി രവിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം എന്റെ മകൻ വലിയൊരു ബിസിനസ്മാൻ ആയിട്ട് വരും എന്നുള്ള കാര്യം. അതിനുള്ള കാര്യങ്ങൾക്ക് ആരംഭിച്ചു കഴിഞ്ഞു. എന്നാ നിങ്ങളായിരുന്നല്ലോ വിശ്വസിക്കാണ്ടിരുന്നത്. അവൻ നന്നായിട്ട് ഇരിക്കരുതെന്നൊന്നും ഒരിക്കലും ചന്ദ്ര ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവൻ നന്നായിട്ട് വരണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. ഏത് അച്ഛനാണ് സ്വന്തം മക്കൾ നന്നാവരുതെന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നത്? അവന് കിട്ടിയ അവസരം അവൻ നന്നായിട്ട് മുതലെടുത്ത കൊള്ള എന്ന് പറയുന്നുണ്ടേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ അമ്മ ഒരു നിമിഷം എന്ന് പറയുന്നുണ്ട്. എന്താ മോനെ? അമ്മേ, വീട്ടിലിങ്ങനെ പറയുന്ന സമയത്ത് അവൻ ഇവൻ എന്നൊക്കെ പറയുന്നത് അത്ര കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങും. ആ സമയത്ത് അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. എടാ, നീ എത്ര വലിയ ആളാണെന്നുണ്ടെങ്കിലും നിന്റെ അമ്മയ്ക്ക് നീ മകൻ തന്നെയല്ലേ? അതൊക്കെ ശരി തന്നെയാണ് അച്ഛാ, പക്ഷേ എങ്കിലും വരുന്ന ആൾക്കാരെ എന്താ വിചാരിക്കാന്നുള്ള കാര്യം അറിയില്ലല്ലോ. അതിനിടയ്ക്ക് സച്ചി ഇടയ്ക്കേറി പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരുന്നവരുടെ മുമ്പിൽ വെച്ചിട്ട് അമ്മ ഇവനെ സാർ സാർ എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. എടാ, കഴുത്തില് മാല വീഴുമ്പോഴേക്കും നിന്റെ തലേന്റെ കനം കൂടുന്നുണ്ടല്ലേ? നീ എന്തിനാടാ ആടുകളെ പോലെ മാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? മാലയിട്ടിരിക്കുന്ന തന്നെ ആടിനോട് ഉപമിച്ചുകൊണ്ട് തന്നെ വേഗം തന്നെ ആ മാലയൊക്കെ ഊരി മാറ്റുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതി പറയുന്നതൊക്കെ ശരി തന്നെയാണ്. അവനെ തേടിയിട്ട് ഒരുപാട് ആളുകൾ വരും. അവരുടെ മുമ്പിലൊക്കെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ വേണ്ട സംസാരിക്കാൻ. അല്ല അച്ഛാ, ഇപ്പൊ വന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ശരിക്കുള്ള ബിസിനസിന്റെ ആൾക്കാർ തന്നെയാണോ? ഇനി ഇവൻ കാശ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. എടാ, എനിക്കങ്ങനെ ആരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് വെറും ആരംഭം മാത്രമാണ്. ഇനി ഓരോ ദിവസവും ആൾക്കാർ എന്നെ തേടി വരികയും എന്റെ കഴുത്തിൽ മാലിടുകയും ചെയ്യും. വെച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെ വന്ന ആൾക്കാരെ എങ്ങനെയാണ് എന്റെ മുമ്പിൽ കൈകെട്ടി നിന്നത് എന്നുള്ള കാര്യം. അച്ഛാ, ഒരു ദിവസം മാല ഇട്ടപ്പോഴേക്കും അവന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? എടാ, മാലയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ അരികിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് കുറച്ച് അടക്കം കൂടി വേണം. കാരണം ഒരു മനുഷ്യന്റെ അവസ്ഥ എപ്പോ എങ്ങനെ മാറും എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എടാ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൻ ചുമ്മാ അസൂയോണ്ട് പറയാന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. ആരാണ് അസൂയോണ്ട് പറയുന്നത്? ഈ ബിസിനസ് തന്നെ സച്ചേട്ടൻ കാരണമാണ് കിട്ടാൻ വേണ്ടി കിട്ടിയത് എന്നുള്ള കാര്യം രേവതി പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ വിട്ടേക്ക് രേവതി. വെറുതെ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പോയിട്ട് ഷർട്ടൊക്കെ മാറ്റിയിട്ട് റെഡി ആയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവാണേ. എടാ, ഓടിപ്പോയവനെ പോകുന്നതിന് മുമ്പ് ഒരു പാട്ടൊക്കെ പാടിയിട്ടാ പോകുന്നത് കേട്ടോ. ഉയരത്തിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും നമ്മള് നമിക്കും. എന്നാ നിന്റെ ഇതൊന്ന് കുറച്ച് താഴ്ന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്റെ നിഴല് പോലും നിന്നെ ചവിട്ടി തേക്കുന്നൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ശ്രുതി കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോകുന്നത്? വിട്ടേക്ക് ശ്രുതി, ആരുടെ അവസ്ഥ എപ്പോഴാ മാറാന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അത് മാറുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞോളും. വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് രേവതി കേക്ക് അത് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ശ്രുതി ഉള്ളിലേക്ക് കയറി പോകുന്നത്. അത് കഴിഞ്ഞ് സച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
സച്ചേട്ടാ പോകാൻ വേണ്ടി റെഡിയായോന്ന് ചോദിക്കുമ്പോ ഇല്ല, ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയില്ലേ. അതെ, രാത്രിയിലെ നേരത്തെ കാലത്തൊക്കെ വരണം. രേവതി, നീ വീണ്ടും അത് തുടങ്ങല്ലേ. ഇതുവരെ എന്താ ആരും ഫോൺ ചെയ്യാതെ? ആരും ഫോൺ ചെയ്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോ. ചിലപ്പോ ഫോൺ എങ്ങനെ സ്വിച്ച് ഓഫ് ആയി കാണും. രേവതി, നീ എന്റെ ഫോൺ എടുത്ത് നോക്കുക എന്ന് പറയുന്നുണ്ട്. സാധാരണ ഫോൺ വെക്കുന്ന അവിടെ രേവതി നോക്കുന്ന സമയത്ത് ഫോൺ ഇല്ല. സച്ചേട്ടാ, ഇവിടെ ഫോൺ ഇല്ലല്ലോ എന്ന് രേവതി പറയുമ്പോ ഫോൺ ഇല്ലേ, എവിടെയാ സച്ചേട്ടൻ വെച്ചത്? ഇന്നലെ രാത്രി ഞാൻ പാന്റിന്റെ പോക്കറ്റിലാണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്. നീ പാന്റിന്റെയും അതുപോലെ തന്നെ കോട്ടിന്റെയും പോക്കറ്റ് നോക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്. രേവതി അലക്കാൻ വേണ്ടിട്ട് ബക്കറ്റിനകത്ത് ഇട്ടതില്ലാതെ അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും ഫോൺ കാണുന്നില്ല. ഫോണ് എവിടെയായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് കേട്ടോ നമ്മുടെ സച്ചി. റൂമിലൊന്നും കാണാത്തോണ്ട് തന്നെ പുറത്ത് കിടക്കുന്ന അവിടെ ഇവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തട്ടിമറിച്ച് നോക്കുന്നുണ്ട്. ഫോൺ കാണുന്നില്ല എന്നുള്ള കാര്യം സച്ചി അറിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവരുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നോക്കിയാണെങ്കിൽ ഫോൺ കിട്ടാത്തതിന്റെ ആ ഒരു ഇതില് മൊത്തം അരിച്ച് പെറുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല സച്ചിയേട്ടാ അവിടെ ഒന്നും ഇല്ല എന്ന്. ഫോണ് കാണാത്തതിന്റെ ദേഷ്യത്തില് അതിന്റെ അടിയിലേക്കൊക്കെ എങ്ങനെ പോവാന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. നീ പോയിട്ട് കിച്ചണിൽ നോക്ക്, അവിടെ എങ്ങനെ സച്ചിയേട്ട ഉണ്ടാവുന്നത്? നിന്റെ അടുത്ത് പോയി നോക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഫോൺ നോക്കുന്നതെല്ലാം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അവര് എല്ലായിടത്തും നോക്കുന്നുണ്ട് കേട്ടോ. ഫോണാണ് നോക്കുന്നതെന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ഒന്നും അറിയാത്ത ആളെ പോലെ പോയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന്. സച്ചേട്ടന്റെ ഫോൺ കാണുന്നില്ല. ഓ അതാണോ? അതിവിടെ ഇങ്ങനെ എറിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം? ഇന്നലെ 3 പേരും വന്ന അവസ്ഥ അങ്ങനെയായിരുന്നല്ലോ. എവിടെയെങ്കിലും പുറത്ത് കളഞ്ഞിട്ട് വന്നിട്ടുണ്ടാകും. ശ്രുതിയുടെ ആ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, പൗഡർ എടുത്തി, ഞാൻ ഓൾറെഡി ഭയങ്കര ദേഷ്യത്തിലുള്ളത്. വെറുതെ നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോവാൻ വേണ്ടി നോക്ക്. അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ രേവതിയുടെ ഫോൺ എടുത്തോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഫോൺ മേടിച്ചിട്ട് സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ആണ്. എന്താ സച്ചിയുടെ റിംഗ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തില് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യം പറയാണേ. ഫോൺ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണും. ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. സച്ചിയുടെ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? സച്ചിയുടെ മനസ്സിൽ മൊത്തം ആ വീഡിയോ അതിനകത്തുണ്ടല്ലോ, ആ ഒരു ടെൻഷനാണ്. പക്ഷെ അത് രേവതിയുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ. ഫോണിന്റെ ട്രിപ്പിന്റെ കോളൊക്കെ വരുന്നത് ഫോണിലേക്കല്ലേ. അപ്പോ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ട്രിപ്പിന് വേണ്ടിയിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. സച്ചേട്ടന് അറിയുന്നവരൊക്കെ എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചോ എന്ന് കരുതിയിട്ട് എന്റെ ഫോൺ അങ്ങനെ വിട്ടുകളയാനാണോ പറയുന്നത്? സച്ചേട്ട ഫോണല്ലേ? ഫോൺ തന്നെയാണ്, അത് എന്റെ ഫോണാണ്. സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ എങ്ങാനും വിട്ടിട്ടുണ്ടാവോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ സച്ചിയാണെങ്കിൽ മഹേഷിനെ വിളിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫോൺ വിളിച്ച ഉടനെ തന്നെ സച്ചിയാണെന്ന് പറയുന്നുണ്ട്. നീ എന്താ ഇത്ര നേരമായിട്ടും ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? എടാ നീ എവിടെയുള്ളത്? ഞാനിവിടെ ഷെഡിലുണ്ട്. നീ എന്താ രേവതിന്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത്? എന്റെ ഫോൺ കാണുന്നില്ലടാ. ഇന്നലെ പാർട്ടിയിലെങ്ങാനും എവിടെയെങ്കിലും വെച്ചിട്ടാണോ പോന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊന്നും ഇല്ലടാ. എടാ ഫോണല്ലേ? എടാ ഫോണാണ് എന്റെ ഫോൺ, അതിനകത്ത് വേറെ സാധനം സേവ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ മഹേഷിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആ ശരിയാണല്ലോ, ശരത്തിന്റെ ആ വീഡിയോ അതിനകത്തല്ലേ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇന്നലെ പോയിരിക്കുന്ന ആ പാർട്ടി ഹാളിൽ പോയിട്ട് നോക്കാം. ഞാനും വരാ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കുവാണ്. ഫോൺ വെച്ച ഉടനെ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, ഫോണിനകത്ത് എന്താണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം. അതിനകത്ത് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടല്ലോ, അതാ പറഞ്ഞത്. അതിനെ പുതിയ ഫോൺ മേടിച്ചിട്ട് അതിനകത്ത് സേവ് ചെയ്ത് പോരാന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ഫോൺ കിട്ടിയേ പറ്റുള്ളൂ. സച്ചിന് ഇതിന് ഇത്രയും ടെൻഷനാ വന്നത്. ഞാൻ പോയിട്ട് വെള്ളം എടുത്തോണ്ട് വരട്ടെ? വേണ്ട, അതൊന്നും വേണ്ട. ഞാൻ പോയിട്ട് മഹേഷിന്റെ കൂടെ ആ പാർട്ടി ഹാളിൽ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോവുകയാണേ. സച്ചി പോകുന്നത് നോക്കിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ശ്രുതി. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. ഡെയിലി അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ.